പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. എന്തായാലും ഇതൊരു അനുഭവമായിരിക്കും കേട്ടോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതന്നെ. ഇനി കാല് മാറ്റുക, ഓടിച്ചിട്ട് കാല് മാറ്റൂ. ഓക്കെ. ഇത് നമ്മളിപ്പോൾ ഉള്ളത് AR ഹാൻഡ്ലൂമിലാണ് കേട്ടോ. കുത്താമ്പുള്ളി എന്ന് പറയുന്ന ബ്രാൻഡ് ഇതിലുള്ള ആ ഒരു നാട്ടിലാണുള്ളത്. ആ ഹാൻഡ്ലൂമിൽ ഇവിടുത്തെ നമ്മുടെ കൈത്തറി മെഷീനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നിതയും മീന എന്ന് പറയുന്ന ചേച്ചിമാർ രാവിലെ തൊട്ടുള്ള കഷ്ടപ്പാടാണ്. നമ്മുടെ മുന്നിലേക്ക് വിരിക്കുന്ന ഓരോ കൈത്തറി സാരി അല്ലേ ഇത് നമ്മുടെ ഓരോ സാരി. അതായത് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴും നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത്. അപ്പം എന്തായാലും ഇവിടെ വരുന്നവർക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ മാത്രമല്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരികയും അത് വേണമെങ്കിൽ അല്ലേ നമ്മളൊന്ന് പഠിപ്പിച്ചതൊന്നും സംഭവം സിമ്പിൾ ആണെങ്കിൽ പോലും ഇത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കയറി വരുമ്പം തന്നെ നമുക്ക് കാണാം ഇവിടുത്തെ ഈ കാഴ്ചകൾ. എന്തായാലും ഇവരുടെ 2 ദിവസത്തെ കഷ്ടപ്പാടാണ് ഒരു സാരിയുടെ പിന്നിൽ അല്ലേ. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് ഇത്ര രൂപയാണോ അല്ലെങ്കിൽ അതാണെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇവർ ചെയ്യുന്ന വർക്കിൻ വെച്ച് നോക്കുമ്പോൾ പണിക്കൂലി അത്രയും വരുന്നില്ല. കാരണം 2 പേരുടെ കഷ്ടപ്പാട് 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമാണ് നമ്മുടെ മുന്നിൽ വിരിക്കുന്ന ഓരോ സാരിയും ഓരോ മുണ്ടും എല്ലാം തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ AR ഹാൻഡ്ലൂമിൽ വരുമ്പം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഈ സാധാരണ നമ്മൾ ഈ കയറ്റുവായൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ തടുക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന ആ മോഡലിൽ തന്നെ അതിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കും ഇത്. എന്തായാലും ഈ ഒരു കാഴ്ച നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു AR ഹാൻഡ്ലൂമിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വരുന്നവർ ഇവിടെ വിസിറ്റ് ചെയ്യുകയും ഇവിടുത്തെ പർച്ചേസ് ചെയ്യാൻ വരുന്നവർ എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും, ഓരോ കഷ്ടപ്പാട് എങ്ങനെയാണെന്നുള്ളത്. കുത്താമ്പുള്ളിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ മുന്നിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. AR ഹാൻഡ്ലൂംസ് എന്നാണ്. ഇവിടെ സ്ഥിരം നല്ല സെലിബ്രിറ്റികളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. ഏറ്റവും തിരക്കുള്ള എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. ഇതുപോലെ സിനിമാ ഫീൽഡിലെയും സീരിയൽ ഫീൽഡിലൊക്കെയുള്ള ആളുകളൊക്കെ നിരവധിയാണ് ഓരോ ദിവസവും വന്നു പോകുന്നത്. ഈ AR ഹാൻഡ്ലൂംസിനെ സംബന്ധിച്ചിടത്തോളം പറയണമെന്നുണ്ടെങ്കിൽ ഓണമെന്നോ വിഷുവെന്നോ അല്ലെങ്കിൽ കല്യാണമെന്നോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഘോഷമൊന്നും അവർക്കില്ല. എല്ലാ ദിവസവും ഇവിടെ തിരക്ക് തന്നെയാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല തുണി ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളുമൊക്കെ ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ചീപ്പ് റേറ്റിൽ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളുമാണ് ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവധി ദിവസങ്ങളാണെങ്കിൽ ഇവിടെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. ഒരു ഇട ദിവസത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതുപോലെ നിരവധി ഓഫറുകളും നല്ല വ്യത്യസ്തമായിട്ടുള്ള തുണിത്തരങ്ങളും എല്ലാം ഉള്ള ഒരു ഷോപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കുത്താമ്പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കൈത്തറി നാടാണ്. നമ്മുടെ കേരളത്തിൻ്റെ എനിക്ക് തോന്നുന്നു ബാലരാമപുരം പോലെ കേരളത്തിൽ കൈത്തറി നാട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുത്താമ്പുള്ളി. തൃശ്ശൂർ ജില്ലയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പാലക്കാട് ജില്ലയോട് ചേർന്നാണ്. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ നിന്നൊക്കെ പോകുന്നവർ നമ്മൾ ഒറ്റപ്പാലത്ത് ഇറങ്ങിയിട്ട് പോകുന്നതാണ് ഏറ്റവും എളുപ്പം. ഇതുപോലുള്ള പല കാഴ്ചകളും നമുക്ക് പല ഉൽപ്പന്നങ്ങളും നമ്മൾ കാണുന്നതും ഈ പറഞ്ഞ പോലെ കുത്താമ്പുള്ളിയിലുള്ള പല ഷോപ്പുകളുണ്ട്. എങ്കിൽ പോലും AR ഹാൻഡ്ലൂം എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി ഗ്രാമത്തിൽ പരമ്പരാഗതമായ രീതിയിൽ നെയ്തെടുക്കുന്ന സാരികളാണ് കുത്താമ്പുള്ളി സാരികൾ എന്നറിയപ്പെടുന്നത്. കസവിൻ്റെ പ്രത്യേകതയാണ് ഈ സാരികളെ ഏറെ പ്രശസ്തമാക്കുന്നത്. ഇവിടെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാട്ടിൽ പല വീടുകളിലായിട്ട് അവർ ഉണ്ടാക്കുന്ന കയ്യിൽ ഉണ്ടാക്കിയെടുക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങളാണ് ഇവരെ പോലുള്ള കടകൾ ഷോപ്പുകൾ അത് ശേഖരിച്ചിട്ട് അത് ഇതുപോലുള്ള ഷോപ്പുകളിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയാണ്. അത് ചെറുതും വലുതുമായിട്ടുള്ള പല ഷോപ്പുകൾ നമുക്കിവിടെ കാണാം. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തിരി കൂടിയ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് ഈ AR ഹാൻഡ്ലൂം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് ഇത് കൈവശപ്പെടുത്തുന്ന കരസ്ഥമാക്കുന്ന അത് കൊണ്ടുവന്ന് വിപണിയിൽ എത്തിക്കുന്ന ഒരു വൻകിട മാർക്കറ്റിംഗ് ടീം എന്ന് തന്നെ നമുക്ക് AR ഹാൻഡ്ലൂമിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. എന്താണ് സാരിയാണ്
എത്ര സമയം എടുക്കും ഇത്? 2 ദിവസം എടുക്കും. ഇത് മേൽവശം. ഓ, ഒരേ സമയം വ്യത്യസ്ത കാഴ്ചകളാണ് കേട്ടോ ഇവിടെ. കണ്ട, അവിടെ ഓരോരുത്തരെ നിർത്തി അവിടെ അണിയിച്ചൊരുക്കുന്നു. ആ സെയിം സമയത്ത് തന്നെ ഇവിടെ നെയ്ത്തുശാല, ഈ നെയ്യുന്ന സ്ഥലത്ത് ഇവരെ പഠിപ്പിക്കുകയും കൂടിയാണ്. അതായത് എങ്ങനെയാണ് നെയ്യുന്നത്, ലൈവായിട്ടാണ് ഇവിടെ നെയ്ത് കൊടുക്കുന്നത്. ആ നെയ്യുന്ന സംഭവം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് നെയ്യാം. ആ നെയ്ത് പഠിപ്പിക്കുന്ന ഒരു രീതിയും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. വലത്തെ കൈ കൊണ്ട് ഇത് പിടിക്കുക, വലിക്കരുത്. ഇനി ഇടത്തെ ഭാഗം കാലിൽ ചവിട്ടുക, പ്രസ് ചെയ്യും, നന്നായി പ്രസ് ചെയ്യും. ഇവിടെ വിരിയണത് കണ്ടോ? ഇങ്ങനെ വിരിഞ്ഞ ശേഷം വലിക്കുക. അത് ആ സൈഡ് പോണം. കുറച്ച് ഹെവി ആയിട്ട് വലിക്കുക. 1 മിനിറ്റ്. അങ്ങനെ തന്നെ. അതൊന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോണം. ഓക്കെ. എന്നിട്ട് ഇത് അടിച്ചിട്ട് വലുത് ശരിക്കടിക്കണോ? ഇങ്ങനെ അടിച്ചാൽ മതി. ഇനി വലത്തെ കാല് ചവിട്ടുക നന്നായിട്ട്. ഒന്നും കൂടെ. ഇനി വലിക്കുക. ഇത് തന്നെ. ഇനി ഇടത്തേക്കാല് ചവിട്ടുക, അടിക്കണം, നീക്കി പിടിക്കണം. ഇത് നന്നായിട്ട് ഈ നൂല് ഇവിടെ മുട്ടണം. അത് വരയ്ക്ക്. അങ്ങനെ. ഓക്കെ. അതന്നെ. കുറച്ച് അങ്ങോട്ട്. ഓക്കെ. ഇനി കാല് മാറ്റുക. കാല് മാറ്റി ചവിട്ടുക. ഇനി വലിച്ചോളൂ. അതന്നെ. ഇനി കാല് മാറ്റുക. ഓക്കെ. കുറച്ചും കൂടി ലൂസ് കൊടുത്ത് അത് കേറിയിരിക്കും. ഇനി കാല് മാറ്റണം. മാറ്റിയിട്ട് വേണം ഇതിങ്ങനെ നീക്കാൻ. ഇനി അടിക്കൂ. അടിച്ചിട്ട് കാല് മാറ്റൂ. ഓക്കെ. രാജ്കുമാറിനെ കൊണ്ടാട്ടോ നമ്മളിപ്പോൾ ക്യാമറ പിടിപ്പിച്ചത്. കണ്ട, ഈ ഭാഗത്ത് ഭയങ്കര തിരക്കാണ്. അത് സാരികൾ പല ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓരോന്നിനും പല റേറ്റാണ്. 300 രൂപ മുതൽ സാരികൾക്ക് ഓഫർ ഇട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ബില്ലടിക്കുന്ന ആ ഭാഗമാണ്. ഇവിടുത്തെ തിരക്ക് നോക്കിയേ. ഈ തിരക്കെന്ന് പറയുന്നത് ഓണത്തിൻ്റെ സീസണിലൊന്നും അല്ല കേട്ടോ, ഇത് കുറച്ച് മുന്നേ ഉള്ളതാണ്. ഇതാണ് രാജി കേട്ടോ. അതായത് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു കല്യാണ പാർട്ടിയെ കൈവെള്ളെ കൊണ്ട് നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യിച്ച ആളാണ് കേട്ടോ. ഇവിടെ വരുമ്പം കാണാൻ ആളുടെ പെർഫോമൻസ് നല്ലതാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആള്? നല്ലതല്ലായിരുന്നാ? നന്നായിട്ട് കൈകാര്യം ചെയ്തല്ലേ? അപ്പോൾ ഇതുപോലെ 100 കണക്കിന് സ്റ്റാഫുകളുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒത്തിരി പേര് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും സന്തോഷം. അടുത്ത പ്രാവശ്യം നല്ലൊരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും വരും. ഓണമായിട്ട് ബന്ധപ്പെട്ടല്ലേ? ഓണമായിട്ട് ബന്ധപ്പെട്ടാണ് കിടുക്കം വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കും കേട്ടോ. കമ്മിങ് സോണാണ്. ഇന്ന് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. നമുക്ക് എന്തായാലും ഉഷാറാക്കി. തീർച്ചയായും തിരക്കിലാണ്. ഇവരൊക്കെ മറ്റേ സെലിബ്രിറ്റികളുടെ പുറകെ നടക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരുമ്പോൾ ഇതൊരു അനുഭവമായിരിക്കും കേട്ടോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഓക്കെ.